പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 18 ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ ആമേൻ ജീവിക്കുന്ന ദൈവത്തെ സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, നമ്മളെ കരുതുന്ന ദൈവത്തെ, നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവത്തെ, നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നമ്മുടെ നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ, എല്ലായിടത്തും നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ ഒന്ന് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ, അതിനായിട്ട് കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ ഉണർത്തിയില്ലേ, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും, അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 92 സങ്കീർത്തനം എന്ന് പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ യഹോവേ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രി തോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ തന്നെ സമർപ്പിച്ച്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് സർവ്വവല്ലഭനായ ദൈവമാണ്, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്, അങ്ങ് പരിശുദ്ധനായ ദൈവമാണ്, അങ്ങ് സ്തുതികൾക്ക് യോഗ്യനായ ദൈവം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് അത്യുന്നതനാകയാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നപ്പാ. അപ്പോൾ അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് പറഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരമറിയാമെന്നുള്ള അങ്ങയുടെ തിരുവെഴുത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നസ്രയനായ യേശുവിൻ്റെ അടിപ്പിടാനുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉന്മേഷമുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉത്സാഹമുള്ളവരായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ ഗ്ലോറി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു, ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി, ഞങ്ങളുടെ യൗവനക്കാർ അഭിഷേകമുള്ളവരായി തീരട്ടെ, ആത്മശക്തിയിൽ നിറഞ്ഞ് മുന്നേറുന്നവരായി തീരട്ടെ. കർത്താവെ അങ്ങയുടെ പ്രത്യേക കൃപ ഞങ്ങളുടെ യൗവനക്കാരുടെ മേലും ഞങ്ങളുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളുടെ മേലും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നാട്ട് അവർ അങ്ങേ സേവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ വയറിനകത്ത് അസ്വസ്ഥത അനുഭവിക്കുന്നവർ, വയറിനകത്ത് വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതുപോലെ ഡൈജഷൻ പ്രോബ്ലം അനുഭവിക്കുന്നവർ, അതല്ലാതെ വയറിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളിപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ ഉദരസംബന്ധമായ സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഫാറ്റി ലിവറിനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിക് ആസിഡ് കൂടി കാൽ ജോയിൻറ്റുകൾക്കൊക്കെ വേദനയാൽ അതിൻ്റെ കോംപ്ലിക്കേഷനിലായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് ലോകത്തെമ്പാടും സഭായോഗങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ആ സഭായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഗ്ലോറി ലോകവ്യാപകമായി മാനിഫെസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദർ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നാളത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം, വലിയ ദൈവപ്രവൃത്തി നടക്കുന്നതിന് നന്ദി. അതുപോലെ 24 തൊട്ട് 30 വരെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ യഥാസ്ഥാപനത്തിന് കാരണമായി തീരട്ടെ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ കർത്താവിൻ്റെ ഗ്രേസ് നിങ്ങളുടെ മേൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാത്രി 9:30 ആകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഒരാൾ പോലും നാളത്തെ മീറ്റിംഗ് മിസ് ചെയ്യല്ലേ. ഇന്ന് നിങ്ങൾ ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 63 ആരംഭവാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. സ്തോത്രം. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അധികാലത്ത് ഏർലി മോർണിംഗ് ഞാൻ അങ്ങേ അന്വേഷിക്കും. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവർ എല്ലാത്തിനേക്കാൾ ഉപരിയായി അങ്ങേ അന്വേഷിക്കുവാൻ, കാലത്ത് ഏറ്റവും ആദ്യം തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി, കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മരുഭൂമിയിൽ വരണ്ട ക്ഷീണിതമായ ഏകാന്തതയിലായിരുന്നപ്പോൾ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമായത്. ആമേൻ, ഹല്ലേലൂയ. അവൻ ആയിരിക്കുന്നിടത്ത് പരാതിപ്പെടുന്നതിന് പകരം ദൈവത്തിലെ കൂടുതൽ ആശ്രയിക്കുകയും കർത്താവിനെ കൂടുതലായി എന്നാ പറയുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ മാംസം നിനക്കായി ദാഹിക്കുന്നു. അപ്പം ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയും പഠിപ്പിക്കുക. ദൈവസം ആരംഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവെ, ഞാൻ അങ്ങേ അന്വേഷിക്കും. അധികാലത്ത് എല്ലാവരും മൊബൈൽ നോക്കും. ആരൊക്കെ ഇന്നലത്തെ ഫോട്ടോ കണ്ടു എന്ന് നോക്കും, ആരൊക്കെ ഫേസ്ബുക്കിൽ കണ്ടു എന്ന് നോക്കും. അതിനൊക്കെ പകരം അധികാലത്ത് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. ദിവസത്തിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും കർത്താവിനെ നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. നമ്മുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് മുമ്പ്, നമുക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചു എന്ന് നോക്കുന്നതിനൊക്കെ മുമ്പ് സ്വർഗീയമായതിനെ നമ്മൾ അന്വേഷിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം. രണ്ടാമത് പറഞ്ഞ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണം. അപ്പം യെരമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ എന്നെ കണ്ടെത്തും. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? കർത്താവിനെ അന്വേഷിക്കുന്ന സമയം പൂർണ്ണമായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ, ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഫോണുകളൊക്കെ മാറ്റിവെച്ച് ദൈവവുമായിട്ട് അധികാലത്ത് അല്പസമയം മാറ്റിവെച്ച് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾ എത്ര നേരം ഇരിക്കുന്നു അത് ഫുള്ളി കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും കേൾക്കുവാനും, ഹല്ലേലൂയ, സ്തോത്രം, ഒക്കെ ആഗ്രഹിച്ച് പൂർണ്ണതയോടെ ദൈവസന്നിധിയിലിരിക്കുക. പിന്നെ കർത്താവിൻ്റെ വചനത്തിനകത്തൂടെ കർത്താവിനെ തിരിച്ചറിയുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ദൈവവചനം വായിക്കാൻ കേട്ടോ. അങ്ങനെ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. പിന്നെ ഈ ത്രൂ ഔട്ട് ദ ഡേ, രാവിലെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നിർത്തരുത്. എല്ലാ ദിവസവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. അപ്പം നമ്മളിങ്ങനെ രാവിലെ തുടങ്ങി ദിവസവും ഇടയ്ക്കിടയ്ക്ക് കർത്താവുമായിട്ടൊരു കണക്ഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അതിനകത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. പിന്നെ ദൈവിക ഗൈഡൻസുകളെ നമുക്ക് പ്രാപിക്കാം. കാരണം ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ കർത്താവുമായിട്ട് കണക്റ്റഡ്. അധികാലത്ത് ദൈവത്തെ വിളിച്ചു, കർത്താവിൻ്റെ കൂടെ ഇരുന്നു, സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പല ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. പലയിടത്ത് നമുക്ക് എന്ത് പറയണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ഈ അധികാലത്ത് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ദൈവിക ശക്തിയിലായിരിക്കും ജീവിക്കുന്നത്. നമ്മുടെ ബലഹീനതകളൊക്കെ മാറിപ്പോകുവാൻ ഇടവരും. ഹല്ലേലൂയ. അതിലൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ പൂർണ്ണമാക്കി നമ്മളെ നിർത്തും. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്ന പോലെ, ഹല്ലേലൂയ, നമ്മുടെ എല്ലാത്തിനേക്കാളും വലുതായ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും. അപ്പം ഈ പ്രഭാതത്തിൽ നമ്മെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദൈവത്തെ സേവിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അധികാലത്ത് നിന്നിട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. പത്രം വായിക്കുന്നതിനേക്കാൾ, TV ചാനലുകളിൽ നോക്കുന്നതിനേക്കാൾ, മൊബൈലിൽ സോഷ്യൽ മീഡിയയിലൂടെ കയറി ഇറങ്ങുന്നതിനേക്കാളൊക്കെ ഏറ്റവും വിലപ്പെട്ടത് അധികാലത്ത് എഴുന്നേൽക്കണം. കർത്താവിൻ്റെ കൂടെ ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിനായി ദാഹിക്കുന്നു. മറ്റെന്തിനേക്കാളും ഞങ്ങൾ അങ്ങയെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ കഷ്ടതയിലോ മാത്രമല്ല കർത്താവേ, എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾക്ക് അങ്ങുമായിട്ടുള്ള ബന്ധവും സന്തോഷവും സമാധാനവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മറ്റെന്തിനേക്കാൾ അധികം ഇവർ അങ്ങയെ അന്വേഷിക്കുന്നവരും അങ്ങയെ സ്നേഹിക്കുന്നവരുമായി തീരട്ടെ, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കൈകൾ ഉയർത്തി പറഞ്ഞേ, നമ്മൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ്. ഈ മോർണിംഗ് മെസ്സേജിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ പറഞ്ഞ കർത്താവേ, ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇത് മുഖാന്തരം ഒരു ഉണർവുണ്ടാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.